നിറപറയും നിലവിളക്കും തുമ്പപ്പൂക്കളും മനസ്സിൽ ഒരുപാട് ഓർമ്മകളും നിറച്ചുകൊണ്ട് മറ്റൊരു പൊന്നോണം കൂടി വരവായി. എല്ലാവർക്കും എന്റെയും കുടുംബത്തിന്റെയും ഹൃദ്യമായ അഡ്വാൻസ് ഓണാശംസകൾ. ഗ്രീൻ ഗേറ്റ് വില്ലയുടെ പൊന്നോണം 2025 സീസൺ 3 മാമാകത്തിന് ദിവസങ്ങൾ മാത്രം ഇനി ബാക്കി. ഗ്രീൻ ഗേറ്റ് വില്ലയിൽ പ്രാക്ടീസുകളും ചർച്ചകളും തകൃതിയായി നടക്കുകയാണ്. അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇത് ഞങ്ങളുടെ ആദ്യ മീറ്റിംഗ് ആണ്. ഓണാഘോഷത്തിന്റെ പേരിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു ആദ്യം നടന്നിരുന്നത്. ഗ്രീൻ ഗേറ്റ് വില്ലയുടെ ഓണാഘോഷ പരിപാടിയുടെ പേര് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പൊന്നോണം 2025 സീസൺ 3. മാവേലി ആരായിരിക്കണം എന്ന ചർച്ചയായിരുന്നു പിന്നീട് നടന്നിരുന്നത്. ഹഫീസും യാമിയും ആയിരുന്നു സീസൺ 1 സീസൺ 2 യഥാക്രമം മാവേലിയായി വന്നിരുന്നത്. അങ്ങനെ സീസൺ 3 മാവേലിയെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പൊന്നോണം 2025 സീസൺ 3 മാവേലിയായി നമ്മുടെ അനി വിജയനെ ഒരു ഭാഗത്ത് ഓണത്തിനിടാനുള്ള വസ്ത്രങ്ങളുടെ തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ മറുഭാഗത്ത് പ്രാക്ടീസുകൾ ഗംഭീരമായി നടക്കുകയാണ്. 2 ആഴ്ച മുൻപ് തുടങ്ങിയ ഈ പരിശീലനങ്ങളിൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് സോങ്സ്, തിരുവാതിര തുടങ്ങി കളർഫുൾ ആയ നിരവധി ഐറ്റങ്ങളാണുള്ളത്. ഇപ്രാവശ്യത്തെ സീസൺ 3 ആൺപടയുടെ ഗ്രൂപ്പ് ഡാൻസ് കൂടി ഉൾപ്പെട്ടപ്പോൾ പൊന്നോണം സീസൺ 3 മാറ്റ് ഒന്നുകൂടെ കൂടി. ഇനി ചർച്ചയിലെ ചില പ്രധാന ഭാഗങ്ങൾ. ഏതൊക്കെ ആൾക്കാർക്ക് ഏതൊക്കെ നമുക്ക് ഭാഗിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതില് നമുക്കിത് തീരുമാനിക്കാം എത്ര ഐറ്റംസ് വേണ്ടതെന്ന്. അപ്പൊ നമുക്ക് അതിലൊരു ബാക്കി വരുമ്പോൾ കുറക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത് ഇത് ഞങ്ങളുടെ പ്രാക്ടീസ് സമയങ്ങളിൽ അനിയുടെ വീട്ടിലെ ലഞ്ച് ടീ ടൈമുകളാണ്. ഇത്തരം സന്ദർഭങ്ങളിലെ തമാശകളും സൗഹൃദ സംഭാഷണങ്ങളും എല്ലാം ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിലെ അവിസ്മരണീയമായ സുന്ദര നിമിഷങ്ങളാണ്. ഇനി ഓണാഘോഷം കഴിയുന്നതുവരെ മിക്ക അവധി ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഇനി പ്രാക്ടീസ് സമയങ്ങളിലെ രസകരമായ ചില നിമിഷങ്ങൾ കാണാം. ചൂരിലോ ചൂരില് വേണോ? അടി അടി അപ്പൊ എനിക്കല്ല ഇവിടെ ആണുങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ്, ഹാളിൽ തിരുവാതിര പ്രാക്ടീസ്. കലാമണ്ഡലം ഹൈദരാലി. പിന്നെ കുട്ടികളുടെ ഡാൻസ് പ്രാക്ടീസ്. അങ്ങനെ ഗ്രീൻ ഗേറ്റ് വില്ലയിലെ എല്ലാവരും പൊന്നോണം സീസൺ 3 വരവേൽക്കുവാനുള്ള തിരക്കിലാണ്. പ്രാക്ടീസ് കൊടുക്കുകയാണ്. ഇനി പ്രവാസികൾക്കായി ഓണം ആഘോഷിക്കുവാൻ UAE മാർക്കറ്റ് എങ്ങനെ സജ്ജമായിരിക്കുന്നു എന്ന് കാണാം. മാവേലിയുടെയും നെറ്റിപ്പട്ടമണിഞ്ഞ ആനകൾ ഉൾപ്പെടെ നിരവധി കട്ടൗട്ടുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് മിക്ക ഷോപ്പുകളും. എങ്ങും വ്യത്യസ്തതയും പുതുമയും നിറഞ്ഞ ഓണവസ്ത്രങ്ങളുടെ ഡിസ്പ്ലേകൾ, വമ്പിച്ച ഓഫറുകൾ, പർച്ചേസിനായി മലയാളികളുടെ നീണ്ട നിര. സൂപ്പർമാർക്കറ്റുകളും ഒട്ടും പിന്നിലല്ല. കേരളത്തിൽ എത്തിയ പ്രതീതിയാണിവിടെ. വള്ളം മുതൽ നമ്മുടെ നാട്ടിലെ ലോറി വരെ കാണാം ഇവിടെ. നാട്ടിലെ ഓണം വീടുകളിൽ മാത്രമായി ഒതുങ്ങിക്കൂടുമ്പോൾ പ്രവാസികൾക്ക് ജാതി മത ദേശ വ്യത്യാസമില്ലാതെ പല കുടുംബങ്ങൾ ഒന്നുചേർന്ന് വലിയൊരു ആഘോഷമായി മാറുന്നു. ഇനി വീണ്ടും ഗ്രീൻ ഗേറ്റ് വില്ലയിലെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മുടെ അവസാനവട്ട ചർച്ചയിലാണ്. ചർച്ചകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പിന്നെ മാവേലിയുടെ ആ ഒരു സൈഡ്. അത് നമ്മുടെ പ്രൈവറ്റ് പേഴ്സണൽ ഇതാണ്. അവസാനം മാവേലിയെ മുണ്ടും മറ്റേ നേരിട്ട് വരില്ല.
ഇല്ല മുണ്ടോ ഒക്കെ എല്ലാം സെറ്റാണ്. പിന്നെ അതല്ല, മാവേലിക്ക് ഇതിലോട്ട് പറയാനുള്ള വെള്ള നിക്കറ് വേണം. എന്റെ വെള്ള നിക്കറ് നമുക്ക് വെള്ള നിൽക്കുന്ന ജിക്കു വെളിച്ചെണ്ണ വേണ്ട, കടുക്, സാമ്പാർ പൊടി, പുളി ഇതൊന്നും ഇവർക്ക് വേണ്ട. കായപ്പൊടി ക്ഷമിക്ക് വേണം. സാമ്പാർ ഞാൻ വേണം. സാമ്പാർ പൊടി നോക്കട്ടെ. കായപ്പൊടി ഇല്ല, ഈ കുട്ടിക്ക് ഉണ്ട്. സാമ്പാർ പൊടി ഉണ്ട്, കായപ്പൊടി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നീ കായപ്പൊടി ഓപ്ഷനിൽ കായപ്പൊടി അഞ്ചേട്ടാ കുമ്പളങ്ങ ഇടും. ഇടും. ഓക്കെ, കുമ്പളങ്ങ, ക്യാരറ്റ്, സേമിയ, ഗീ 150 ml, കാഷ്യൂ 100 gram, റേസിൻസ് 250 gram, സേമിയ 450 gram. ഇപ്രാവശ്യത്തെ നമ്മുടെ മാവേലിയായി വരുന്ന അനി വിജയനെ പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് ഈ പ്രാവശ്യത്തെ മാവേലി. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ കൂട്ടല്ല, ഈ പ്രാവശ്യത്തെ മാവേലി അടിപൊളിയാണ്. എന്താണോ വേഷങ്ങൾ രീതിയൊന്നും അറിയില്ല. നമുക്ക് എല്ലാവർക്കും ഓണത്തിന്റെ കാണാം. എല്ലാവർക്കും ഓണാശംസകൾ. നാളെയാണ് ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പൊന്നോണം 2025 സീസൺ 3. ഞങ്ങൾ ഉത്രാടപ്പാച്ചിലാണ്. സദ്യവട്ടങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങണം, സ്റ്റേജ് ഡെക്കറേഷനുള്ള ഐറ്റംസ്, മാവേലി ഒരുക്കാനുള്ള ഓർണമെന്റ്സ്, അതുപോലെ തന്നെ ഓണപ്പൂക്കളത്തിനുള്ള പൂക്കൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുണ്ട്. സദ്യവട്ടങ്ങളുടെയും അതുപോലെ തന്നെ നാളത്തെ സദ്യയിലൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ലീഡർമാരിൽ രണ്ടുപേർ എന്റെ കൂടെയുണ്ട്. ഷൈമിയും അതുപോലെ തന്നെ ജിക്കുവും. ഷൈമിക്ക് ജിക്കുന് എന്താണ് പറയാനുള്ളത് നോക്കാം. നമ്മളിപ്പോ ഉത്രാടപ്പാച്ചിലാണുള്ളത്. 10 കുടുംബങ്ങളാണ് നമ്മുടെ ഈ പരിപാടിക്കകത്തുള്ളത്. അതിൽ വിവിധ വിഭവങ്ങൾ ഓരോ ഫാമിലിക്കും നമ്മൾ വീതിച്ച് നൽകിയിട്ടുണ്ട്. പിന്നെ ഉത്രാടത്തിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് ഓരോ ഫാമിലിക്കും അവരുടെ വിഭവങ്ങൾക്ക് അനുസരിച്ച് കൊടുക്കുന്നു. തിരുവോണത്തിന്റെ അന്ന് ഏകദേശം 12:30 കൂടിയാണ് നമ്മൾ സദ്യ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ സമയത്ത് എല്ലാവരും അവരവരുടെ വിഭവങ്ങളുമായിട്ട് അവിടെ എത്തിച്ചേരും. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പർച്ചേസ് അൽനാദ നെസ്റ്റോയിലേക്കാണ് നമ്മൾ പോകുന്നത്. കോക്കനട്ട്, ക്യാഷു, ജിക്കു ക്യാഷു റേറ്റിംഗ്സ്, തോർത്ത് മണ്ടയ്ക്ക് പോണം, ചുക്ക്, കാർഡമം പൗഡർ, ചിക്കു ചുക്കുപൊടി, എസൻസ്, നെയ്യ്, ഇനി നമുക്ക് ശർക്കരകൾ, മോര് കറി, പച്ചമുളക്, അതൊക്കെ പച്ചമുളക് വേണം, കുഞ്ഞുള്ളിയും വേണം. നമ്മുടെ ഈ ഹാളിൽ വെച്ചിട്ടാണ് പൊന്നോണം 2025 സീസൺ 3യുടെ കലാപരിപാടികൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി കൊണ്ടുള്ള സ്റ്റേജ് ഡെക്കറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡെക്കറേഷന്റെ ലൈറ്റ് ഫിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഓണക്കല്ലോ ഇത് ഉത്സവപ്പുറം പോലെ ഇരിക്കുന്നു. അടിപൊളി പൊളിയാണ്. നാളത്തേക്ക് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. രാത്രി 9 മണിയോട് കൂടി പച്ചക്കറികളെല്ലാം വീതിച്ചു നൽകി. ഇനി അത് ഏറ്റവും നന്നായി പാകം ചെയ്തു വരേണ്ട ഡ്യൂട്ടി അവരുടേതാണ്. ഹാളിൽ അവസാനവട്ട പ്രാക്ടീസ് നടക്കുന്നു. രാഹുലിന്റെ നേതൃത്വത്തിൽ പൂക്കളത്തിനുള്ള ഡ്രോയിങ് പുരോഗമിക്കുന്നു. മറ്റു കൂട്ടർ പൂവുകളെല്ലാം ചെറുതായി അരിയുന്നു. നാളത്തെ പൊന്നോണം സീസൺ 3ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നാളത്തെ പരിപാടിക്ക് എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഹാപ്പി ഓണം എല്ലാവർക്കും. നല്ല ഐശ്വര്യപൂർണമായ ഓണം. നാളത്തെ നമ്മുടെ പൊന്നോണത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. നാളത്തെ ഓണപരിപാടിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ്. കഴിഞ്ഞ 2 വർഷത്തെ നമ്മുടെ ഗ്രീൻ ഗേറ്റ് വില്ലയുടെ ഓണാഘോഷത്തില് നടക്കുന്ന പോലെ ഈ വർഷവും നന്നായിട്ട് ബെസ്റ്റ് ആയിട്ട് നടക്കട്ടെ. ഞങ്ങളുടെ ഇവിടുത്തെ കലാകാരികളും കലാകാരന്മാരും കൂടി ഒരുക്കുന്ന ഗ്രീൻ ഗേറ്റ് പൊന്നോണം നാളെ നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്. നമസ്കാരം. ആദ്യമായാണ് ഞങ്ങൾ ഗ്രീൻ ഗേറ്റ് വില്ലയിലെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അങ്ങനെ നമ്മുടെ പൊന്നോണം സീസൺ 3യിലെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്.
ഇനി ഒരു രാത്രിയും കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ ബിഗ് ഡേ വരികയാണ്. ഞങ്ങൾ അതിലേറെ ഹാപ്പിയാണ്. എല്ലാ പാർട്ടിസിപ്പൻസിനും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ ഓണാശംസ. എല്ലാവർക്കുമുള്ള പച്ചക്കറികൾ വീതിച്ചു നൽകി, കലാപരിപാടിക്കുള്ള വേദി റെഡി, ഓണപ്പൂക്കളത്തിനുള്ള ഡ്രോയിങ് റെഡി, പൂക്കളത്തിനായുള്ള പൂ വെട്ടിക്കഴിഞ്ഞു. ഇനി ഇന്നത്തെ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ ഗ്രീൻ ഗേറ്റ് വില്ലയിലെ ഏറ്റവും വലിയ മാമാങ്കം, അതെ, പൊന്നോണം 2025 സീസൺ 3 ഞങ്ങളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങളുടെ പൊന്നോണം സീസൺ 3യുടെ പിന്നാമ്പുറ കാഴ്ചകൾ ഉൾപ്പെട്ട വീഡിയോ ഇവിടെ അവസാനിക്കും. തിരുവോണക്കാഴ്ചയിലെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. എല്ലാവർക്കും ഓണാശംസ.